ഹബീബ് ജാഅല ഫഖാ. മരണത്തിന്റെ സമയത്ത് ഖേദിക്കുന്നവർക്ക് നഷ്ടം. മരണത്തിന്റെ സമയത്ത് ഞാൻ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇനി എനിക്ക് കുറച്ചുകൂടി സമയം തരുവോ എന്ന് ചോദിച്ച് ഖേദിക്കുന്നവർക്ക് നഷ്ടമേ 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 നഷ്ടമേ. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ അഫ്ലഹ മൻ നദിം. ആ സമയത്ത് ഖേദിക്കുന്നവർക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അല്ലാഹുവിന്റെ പൊരുത്തം നേടി വിട പറഞ്ഞു പോയി ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മരണവേദനയെ കുറിച്ച് ബഹുവന്യ ഗുരുനാഥൻ പറഞ്ഞ സംഭവം എന്തെന്നറിയോ? ഇത് പഠിക്കുമ്പോ ആ മരണത്തിന്റെ വേദനയുടെ ആധിക്യം നമുക്ക് മനസ്സിലാവും. ഇത് പഠിക്കുമ്പോ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മുള്ളാണി അടിച്ചാൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗത്ത് മുള്ളാണി അടിച്ചാൽ ആ മനുഷ്യന് വേദനിക്കുമോ എന്ന് അനുയായികളോട് ചോദിച്ചു. അനുയായികൾ പറഞ്ഞു, വേദനിക്കൂലേ? നിങ്ങളുടെ കൈ കൊണ്ടുവന്നിട്ട് ഒരു ആണി എടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാനൊരു കല്ല് കൊണ്ടടിച്ചാൽ, ഒരു ചുറ്റിക കൊണ്ടടിച്ചാൽ, അത് ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ വേദനയുണ്ടാവൂലേ? തീർച്ചയായിട്ടും വേദനയുണ്ടാവും. അനുയായികൾ പറഞ്ഞു, തങ്ങളെ തീർച്ചയായിട്ടും വേദനയുണ്ടാവും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തുകൊണ്ടാണ് വേദന എടുക്കുന്നത്? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ആണി അടിച്ച് തറപ്പിച്ചാൽ എന്തുകൊണ്ടാണ് അവിടെ വേദന എടുക്കുന്നത് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു അനുയായികളോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല തങ്ങളെ, അവിടെ നിന്ന് വിശദീകരിച്ച് തരണം, അങ്ങ് വലിയ ബുദ്ധിമാനല്ലേ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കമ്പ്യൂട്ടർ ഇല്ലാതെ ബുദ്ധി പഠിച്ച മഹാനാണ്. കമ്പ്യൂട്ടർ യുഗം എത്തുന്നതിന് മുമ്പ് മനുഷ്യന്റെ ശരീരത്തിന്റെ ശാസ്ത്രം ലോകത്തോട് പറഞ്ഞു. അൽ അജായിബു ഫീ മഖ്ലൂഖാത്തില്ലാ എന്ന ഗ്രന്ഥത്തിലൂടെ വലിയ മഹാനാണ്. അത്ഭുതങ്ങൾ ഇന്ന് ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടില്ലാത്തതുപോലും ആ ചെറിയ മജ്ലിസ് നൂറിന്റെ ഏടിന്റെ അത്രയുള്ള കിതാബുണ്ട്. റഫീഖ് ഫൈസിക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും, അദ്ദേഹം വലിയൊരു സ്ഥാപനം ഇവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു വാഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ പരിസരത്തുള്ള കാര്യം? ഇസ്ലാമിൽ ഇന്ന് കൈരളിക്ക് അല്ലാഹു തന്ന വലിയ സംഭാവനകളാണ് ദാറുൽ ഹുദയും വാഫിയും ജാമിയ നൂരിയും ഒക്കെ. അത്ഭുതമാണ് നടക്കുന്നത്. ഇപ്പൊ വെക്കേഷൻ സമയമാണ്, അടുത്ത അഡ്മിഷന്റെ സമയം. എന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് എന്റെ നാട്ടിൽ. ഇപ്പോൾ നാട്ടിൽ ദാറുൽ ഹുദക്ക് അൽഹംദുലില്ലാ തുടക്കമായി. ദാറുൽ ഹുദയുടെ കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കും. സ്ഥലം കിട്ടി, ബിൽഡിംഗ് കിട്ടി, ബാക്കിയുള്ള പണി നടന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് വാഫിക്കൊരു സ്ഥാപനം വേണം തിരുവനന്തപുരത്ത്. പരിശ്രമമുണ്ട്, നടക്കും. കൂടെ നിൽക്കാൻ കുറച്ച് ആള് വേണ്ടേ? റഫീഖ് ഫൈസിയെ പോലെ ഒരു അര സാധനം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെ. ഫുള്ള് വേണ്ട, ഒരു അര സാധനം മതി. ഇതിങ്ങനെ പൊക്കം കുറഞ്ഞ് കുരുമുളകിനൊക്കെ വീര്യം കൂടുതലെന്ന് പറയുന്ന പോലെ ഇച്ചിരി അങ്ങനെ ഇരുന്നാലും മതി. ഏത് പ്രസംഗ വീടുണ്ടെങ്കിൽ അകത്തേറെ ഒളിച്ചിരിക്കാൻ പറ്റും റഫീഖ് ഫൈസി, അത്രയ്ക്കുള്ള പൊക്കേ ഉള്ളൂ. പക്ഷെ ആള് നല്ല വിത്താ. ഇതിന്റെ ഒരു പകുതി തിരുവനന്തപുരത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു. പിന്നെ കുഞ്ഞമ്മദക്കാട പകുതി, ആ രണ്ട് പകുതി കൂടെ ചേർത്ത് ഒരു ഫുൾ സാധനം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ അടിച്ച് പത്തഹാക്കിയ. അവിടെ കുറെ ഉസ്താദുമാരിപ്പോൾ ഉണ്ട്, പാവങ്ങളാണ്, സാധുക്കളാണ്. അവർക്ക് ഇതുപോലെ ജീവൻ മരണ പോരാട്ടം നടത്തുന്നതിനുള്ള സാഹചര്യമില്ല. അതുകൊണ്ടാണ് ഫുൾ ടൈം ഇതിനു വേണ്ടി മാറണമെന്നും മാറ്റണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യം മോശമാണ്, അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അപ്പൊ അവിടുത്തെ ലൈബ്രറിയിൽ ഉണ്ടാവും അൽ അജായിബു ഫീ മഖ്ലൂഖാത്തില്ലാ. മനോഹരമായ കിതാബാണ്, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു കിതാബാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നമ്മൾ പോകണം, മുള്ളാണി അടിക്കാൻ പോകണം, അതേ മുള്ളാൻ പോകണം. മുള്ളാൻ പോവായിരിക്കും. പ്രായമൊക്കെ ആവുമ്പോൾ സദസ്സിൽ ഒരുപാട് പേര് ഇരിക്കുമ്പോൾ മൂത്രശങ്കയൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല വേഗം തന്നെ മൂത്രം വെച്ചിട്ട് മടങ്ങി വരാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഈ റജബിന്റെ രാത്രിയിലെ സദസ്സിൽ എഴുന്നേറ്റ് പോക്ക് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നു അത്രയും പെട്ടെന്ന് എനിക്ക് വാദം നിർത്താൻ പറ്റും. പക്ഷേ നിങ്ങൾ ആരും എഴുന്നേറ്റ് പോയിട്ടില്ല, രണ്ടുപേരും എഴുന്നേറ്റപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ സദസ്സിന്റെ ദുആ നഷ്ടപ്പെടുന്നത് വലിയ നഷ്ടമാണ്, അപാരമായ നഷ്ടമാണ്, ചെറിയ നഷ്ടമൊന്നുമില്ല. പ്രത്യേകിച്ച് ചില ദിവസങ്ങളിൽ. ഇപ്പൊ ഇന്നലെ ഞാൻ പ്രസംഗിച്ചത്, ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ചതിൽ വെച്ച് ഏറ്റവും പാവങ്ങളുടെ സദസ്സാണ്. മുക്കത്തിനടുത്ത് അരീക്കോടിനടുത്ത് മുണ്ടമ്പറ എന്ന് പറയുന്ന സ്ഥലത്ത് വെറും പച്ച പാവങ്ങൾ മാത്രമുള്ള സദസ്സ്. അപ്പൊ ഞാൻ ചിന്തിച്ചു പോയി, റജബ് 27 രാവിന്റെ ദുആ അവർക്കല്ലേ പടച്ചവനെ നീ കൊടുത്തത്, മാഷാ അല്ലാഹ്. റജബ് 27 രാവിന്റെ ദുആ അത് അവർക്ക് കിട്ടി. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇന്ന് രണ്ടാമത്തെ ദിവസം റജബ് 27 നോമ്പ് പിടിച്ച രാത്രിയിലെ ദുആ അത് ചങ്ങരംകുളത്തിനും കിട്ടി. അത് ഹാരിസിന്റെ മനസ്സുപോലെ തന്നെ അള്ളാഹു ചേർത്ത് കൊടുത്തതാണ്. ഒരു ദിവസം രാത്രിയിൽ പ്രസംഗം കഴിഞ്ഞ് പാതിരാത്രി ഒരു 12 മണി, 1 മണി, 1:30 മണിയാവും. ചാവക്കാട് ഭാഗത്തൂടെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഹാരിസ് ഒരു ലോറിയിലുണ്ട്. ലോറിയാ പിക്കപ്പോ എന്താണെന്നറിയില്ല. അതിന്റെ ഫ്രണ്ടില് മൂപ്പരുണ്ട്, അതിന്റെ പുറകിൽ കുറെ ഉപ്പാപ്പാരുണ്ട്. പോസ്റ്റർ ഒട്ടിക്കാൻ പോവാ.
എത്ര ദിവസമായി ഇവിടുത്തെ ഈ പ്രിയപ്പെട്ട മക്കൾ ഉറങ്ങിയിട്ട്? എത്ര ദിവസമായി ഇവിടുത്തെ പ്രവർത്തകർ ഭക്ഷണം നല്ലതുപോലെ കഴിച്ചിട്ട്? ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ആത്മീയതയുടെ മാറ്റം കൊണ്ടുവരാൻ അവർ ഒരുമിച്ച് നിന്നെങ്കിൽ അവരെ കൈക്കുമ്പിളിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ സ്നേഹം തിരിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവർ. സഹചാരി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ്. നിങ്ങൾ പറയും ഇവിടെ പാരാ പാവപ്പെട്ടവർ? പാലക്കാട് ജില്ലയിൽ ഒരു അയ്യപ്പദാസ് എന്ന് പറയുന്ന പൊന്നുമോൻ കുടലു പുറത്തു വന്നു, മലദ്വാരമില്ല. മലമൂത്ര വിസർജനത്തിന് സമയമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തല കൊണ്ട് ചുവരിലിടിക്കും. എന്നിട്ട് എടുത്തിട്ട് 3 വലിയ ഓപ്പറേഷനുള്ള കാശ് ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി സംഘടിപ്പിച്ചു. എത്ര ആളുകളുണ്ട്? ചങ്കരംകുളത്ത് രോഗികളില്ലേ? പൂർണ്ണ നഗ്നരും ചെറിയ വസ്ത്രം ധരിച്ചവരുമായി മന്ദബുദ്ധികളായി മലമൂത്ര വിസർജനം നടത്തിയിട്ട് വാരിക്കഴിക്കുന്ന മുസ്ലിങ്ങൾ 3-4 പേര് അതിനകത്തുണ്ട്. ആണും പെണ്ണും. നോക്കാനാളില്ല, സഹായിക്കാനാളില്ല. അങ്ങനെയുള്ള കുടുംബത്തിന്, അങ്ങനെയുള്ള പാവങ്ങൾക്ക് നമ്മളല്ലേ ചെന്നറിഞ്ഞ് സഹായം ചെയ്യേണ്ടത്. ഇവിടുത്തെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സഹചാരി എന്നത് മജ്ലിസുന്നൂറിന്റെ സമ്പാദ്യമാണ്. ഇവിടെ മജ്ലിസുന്നൂർ നടത്തി. മജ്ലിസുന്നൂർ മഹാത്ഭുതമാണ്. അറിയാത്തവരോട് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല. വലിയ അത്ഭുതമാണ് മജ്ലിസ്. അത്ഭുതത്തിന്റെ അത്ഭുതം. നിങ്ങൾ ഈ സഹചാരി ഏറ്റെടുക്കണം. നിങ്ങൾ ഏറ്റെടുത്താൽ സഹചാരിയുടെ ചങ്ങരംകുളത്തിന്റെ മുമ്പേ ഞാനുണ്ടാകും. അതിന്റെ മുമ്പേ അവർക്കിതിനൊരു പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഹാരിസ് എന്നോട് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യവും അവനോട് പറഞ്ഞു, എന്നെ കൂടി അതിൻ്റെ അകത്തൊന്ന് ആഡ് ചെയ്തിട്ട് ഞാനും കൂടി അതിൽ പ്രവർത്തിക്കാമെന്ന് പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറയാതിരുന്നതെന്നറിയോ? ഏതായാലും ഒരു വാള് വെക്കുന്നുണ്ട്. ആ വാതിൽ നിങ്ങളുടെ സഹകരണം എങ്ങനെയാണെന്നറിഞ്ഞിട്ട് ബാക്കി തീരുമാനമെടുക്കാമെന്ന് വിചാരിച്ചു. ഹാരിസന്റെ പൊന്നാര സഹോദരനാണ്. എന്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ അവനോടൊപ്പം ഞാനുണ്ട്. ഞങ്ങളോടൊപ്പം നിങ്ങൾ നിന്നാൽ, റഫീഖ് ഫൈസിയെ പോലെയുള്ള നേതാക്കന്മാർ നിന്നാൽ, ഈ നാട് മുഴുവനും നിന്നാൽ, നാളെ ഒരു സമയത്ത് ആർക്കാണ് ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വടക്കേക്കാട് സക്കീർ എന്ന് പറയുന്ന സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ബാധിച്ചിരിക്കുന്ന മാരക രോഗത്തിന്റെ ബുദ്ധിമുട്ടുമാണ്.